അങ്കിളെ, എന്താ മോളെ? പുറത്ത് ബോർഡിലെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ കോമഡിക്കായിരിക്കും അല്ലേ? അല്ല, സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു വനിതയോട് ഒരു വനിതാ ഓഫീസർ തന്നെ ഇത്രയും മോശമായിട്ടാ സംസാരിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. നീ സങ്കല്പിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ നിനക്ക് കാണിച്ചു തരാം. അനിത മതി. എല്ലാരും കൂടെ ഇവളെയും കുടുംബത്തെയും തലയിൽ കയറ്റി വെച്ചോ. സോറി അങ്കിളെ, ഞാൻ കുറച്ച് ഓവറായിപ്പോയി. ഒരു കുഴപ്പമില്ല. ഇവൾക്ക് ഇങ്ങനെ വല്ലപ്പോഴും പണി കിട്ടുമ്പോ ഞങ്ങൾ എല്ലാവരും രഹസ്യമായിട്ട് സന്തോഷിക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോകണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ അവള് പോവാനൊന്നും സാധ്യതയില്ല. അവള് നമ്മളെയും കൊണ്ട് പോവൂ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും. വിജുകൂട്ടാ വന്നേ. നീ എന്തിനാ വന്നേന്ന് പറ. ചുമ്മാതൊന്നും നീ സ്റ്റേഷനിലേക്ക് കയറില്ല എന്ന് എനിക്കറിയാം. ചേച്ചി ഇന്നലെ മുതൽ സ്റ്റേഷനിൽ തന്നെ ആണല്ലേ? എന്താ വീട്ടിലേക്ക് പോവാത്തെ? നിന്നെ ഗിരിയേട്ടനാണോ ഇങ്ങോട്ട് വിട്ടത്? അല്ല, ഭാനുമതി അമ്മയാ പറഞ്ഞ ചേച്ചി അടുപ്പിച്ച് 2 ഷിഫ്റ്റ് ജോലി ചെയ്യാന്ന്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ വേണോ ഇതൊക്കെ? ചേച്ചി ആരോടാ വാശി കാണിക്കുന്നേ? സ്വന്തം കുഞ്ഞിനോടാണോ? റെസ്റ്റ് ഇല്ലാതെ ജോലിയെടുത്താ കുഞ്ഞിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നറിയോ? എനിക്കതൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. പിന്നെ അറിഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അപകടത്തിലാക്കുവാണോ? നീ വെറുതെ അനാവശ്യം പറയാ. നിനക്ക് ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയാഞ്ഞിട്ടാ. എനിക്കറിയാം. ഗോപാലന്റെ കൂടെ ഗിരിയേട്ടൻ ജോലി ചെയ്യുന്നത് ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതല്ലേ പ്രശ്നം? അതൊക്കെ നമുക്ക് പതുക്കെ ഗിരിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. ഇപ്പൊ പീതാംബരം പറഞ്ഞതിനെ കുറിച്ച് മഹിമയെ അറിയിച്ച് ആകെ തകർന്നു പോവും. ഗിരിയേട്ടന്റെ ചോരയായതുകൊണ്ട് ഈ കുഞ്ഞിനെ പോലും അവള് വെറുത്തെന്ന് വരും. അത് വേണ്ട.